ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടേയില്ല. പക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ വിശ്വസിക്കാം. അവർക്കെതിരായിട്ടൊരു സൈബർ ആക്രമണം നടക്കുന്നുണ്ടാവും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. സൈബർ ആക്രമണം സ്ത്രീകൾക്കെതിരായിട്ട് ഒരിക്കലും പാടില്ല. പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു എന്നൊരു ചൊല്ല് ഉണ്ട്. അല്ല, വനിതാ സംവരണം യാഥാർത്ഥ്യമാകുന്നതിനെ ഇടതുപക്ഷവും പ്രതിപക്ഷവും എതിർക്കുന്നു എന്ന ആഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിന് നടുക്ക് വെച്ച് ആരോടും ആലോചിക്കാതെ തോന്നിയവാസപരമായി പാർലമെന്ററി ജനാധിപത്യം എങ്ങനെയാണ് പ്രവർത്തിക്കണം എന്നതിന്റെ ABC അറിയാവുന്നവർ ഇതുപോലുള്ള ഇതിന് പറയേണ്ട വാക്കുകളൊന്നും സാധാരണ പദാവലിയിലുള്ളതല്ല. റൌഡിസമാണ്, പാർലമെന്ററി റൌഡിസമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വം ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കും. ഞങ്ങളിതിനെ എതിർക്കുകയല്ല. ഞങ്ങൾ എന്തുകൊണ്ട് ഈ 2023 സെപ്റ്റംബറിലല്ലേ ഇത് പാസ്സായത്? സെപ്റ്റംബറിൽ പാസ്സാവുമ്പോൾ എന്താ പറഞ്ഞത്? ഇത് 2029ലാണ്. 29 പോലും പറഞ്ഞില്ല. എന്താ? പുതിയ സെൻസസ്, ആ പുതിയ സെൻസസിന്റെ അടിസ്ഥാനത്തിലുള്ള ഡീലിമിറ്റേഷൻ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നടപ്പാക്കുക. അന്ന് പറഞ്ഞിരുന്നൊരു വാചകമുണ്ട്, ഗണപതിക്ക് കല്യാണം കുറിച്ച പോലെയാണ് ഈ വനിതാ സംവരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു, 2023 സെപ്റ്റംബറിൽ ഞങ്ങൾ പാർലമെന്റ് ഇരുസഭകളിലും ആവശ്യപ്പെട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കണം. ഇതാണ് ആവശ്യം. നടപ്പാക്കാൻ എന്താ വേണ്ടത്? പഞ്ചായത്തുകൾ, ത്രിതല പഞ്ചായത്തിലും എല്ലാം വനിതാ സംവരണം എങ്ങനെ നടപ്പാക്കുന്നത്? 543 സീറ്റുണ്ട്. ആ 543 സീറ്റിൽ 33% വനിതകൾക്കായിട്ട് മാറ്റണം. നറുക്കെടുക്കാം, പല രൂപത്തിൽ സംബന്ധിച്ച് തീരുമാനിക്കാം. രാജ്യസഭയിൽ 3/2 പിന്നെ 1/3 അംഗങ്ങൾ റിട്ടയർ ചെയ്യുമല്ലോ. ആദ്യം രാജ്യസഭ കൂടി ഇപ്പോൾ എങ്ങനെയാണ് തീരുമാനിച്ചത്? അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നറുക്കിട്ടെടുത്താണ് ആദ്യം റിട്ടയർ ചെയ്യേണ്ട രാജ്യസഭാ മെമ്പർമാരെ തീരുമാനിച്ചത്. 2 വർഷം കഴിയുമ്പോൾ, ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 റിട്ടയർ ചെയ്യും രാജ്യസഭയിൽ. അപ്പൊ ഇതിനൊക്കെയുള്ള ട്രഡീഷൻസ് ഉണ്ട്, സമ്പ്രദായങ്ങളുണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് പാർലമെന്റിന് തങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് റബ്ബർ സ്റ്റാമ്പായിട്ട് ഉപയോഗിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഇപ്പൊ 3/2 ഭൂരിപക്ഷം വേണം ഇത് പാസ്സാകണമെങ്കിൽ. 3/2 ഭൂരിപക്ഷം ഇല്ല. അപ്പം പ്രതിപക്ഷത്തോട് ചർച്ച ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിന് കൂടി സ്വീകാര്യമായ വിധത്തിലേ നടപ്പാക്കാൻ കഴിയുള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിക്കാം. ഇപ്പം സോണിയാഗാന്ധിയുടെ ലേഖനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പഞ്ചായത്ത് രാജ് രാജീവ് ഗാന്ധിയുടെ സംഭാവനയാണെന്ന്. രാജീവ് ഗാന്ധിക്ക് ഇന്ത്യയിലെ ലോക്സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ രാജീവ് ഗാന്ധിക്ക് അത് പാസ്സാക്കാൻ പറ്റില്ല. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അല്ലെ, ചരിത്രം അറിയോ? ഞങ്ങളൊക്കെ കൂടെ വോട്ട് ചെയ്താണ് രാജ്യസഭയെ തോൽപ്പിച്ചത്. എന്തുകൊണ്ടാ? രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമത്തിൽ കേന്ദ്ര ഗവൺമെന്റും പിന്നെ പഞ്ചായത്തേ ഉള്ളൂ, സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒരു പ്രസക്തിയില്ല. ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. പിന്നെ എപ്പോഴാണ് അത് പാസ്സായത്? ലോക്സഭയിൽ സ്വന്തമായി ഭൂരിപക്ഷമില്ലാതെ പ്രതിപക്ഷത്തിന്റെ കൂടെ പിന്തുണയിൽ നിന്ന നരസിംഹറാവു ഗവൺമെന്റിന്റെ സമയത്താണ് അത് പാസ്സായത്, 3/2 ഭൂരിപക്ഷത്തോടുകൂടി. അപ്പൊ ഈ ചരിത്രമൊക്കെ അറിയാവുന്ന ഞങ്ങളോടാണ് ഈ ഗോഷ്ഠി കാണിക്കുന്നത്. നരേന്ദ്രമോദിയും RSSും ഗോഷ്ഠി കാണിക്കുകയാണ് പാർലമെന്റ് ഉപയോഗിച്ചുകൊണ്ട്. അത് നടക്കില്ല എന്ന് ഞങ്ങൾ തുറന്നു പറയും. അപ്പം നിങ്ങൾ തന്നെ ചിലർ ചോദിച്ച പോലെ ഇപ്പൊ ഫലത്തിൽ ഈ വനിതാ സംവരണം വേണ്ടെന്ന് വെക്കുകയല്ല. വനിതാ സംവരണത്തിന് വേണ്ടി ഞങ്ങൾ ഭരിക്കാൻ പോലും തയ്യാറാണ്. അതിന് മാർഗമുണ്ട്. ഞങ്ങളോട് സംസാരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ പാർലമെന്റ് ജനാധിപത്യം നടക്കില്ല. അപ്പം വളരെ വളരെ കൃത്രിമമായ ക്രിമിനൽ എന്നാണ് അതിനുള്ള വാക്ക് കിട്ടാത്തതുകൊണ്ടാണ്, ഒരു ക്രിമിനൽ കോൺസ്പിറസിയാണ് RSSും BJP ഗവൺമെന്റും കൂടെ നടത്തുന്നത്. പ്രതിപക്ഷത്തെ നിങ്ങൾ ഒന്നുകിൽ റബ്ബർ സ്റ്റാമ്പ് ആവണം, അതല്ലെങ്കിൽ നിങ്ങൾ വനിതാ സംവരണത്തെ എതിർത്തു എന്ന് ഞങ്ങൾ കുറ്റം പറയും. ഇതാണ് നരേന്ദ്രമോദിയുടെ പോക്ക്. നമുക്കൊന്ന് നോക്കാം, ജനങ്ങൾക്കിടയിലേക്ക് പോകാം. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതാണല്ലോ 2023 ചർച്ച ചെയ്തപ്പോൾ അന്ന് തന്നെ ആവശ്യപ്പെട്ടു. അപ്പോഴത്തേക്കാണ് ഈ കണ്ടീഷൻസ് അവർ വെച്ചത്. 2023 സെപ്റ്റംബറിൽ പാസ്സാകുമ്പോൾ തന്നെ പുതിയ സെൻസസിന് ശേഷമുള്ള ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ കുതന്ത്രങ്ങളൊക്കെ ചെയ്യാൻ സാവകാശവും സമയവും വേണം. പച്ചയ്ക്ക് പറഞ്ഞാൽ ആർട്ടിക്കിൾ 370 അട്ടിമറിച്ച് എങ്ങനെയാണെന്നറിയാമല്ലോ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു ചോദ്യം കൂടി ഇതിന്റെ കൂടെ, കാരണം ഇപ്പൊ താങ്കൾ പറഞ്ഞു കാണിച്ചു, അതായത് രാജ്യസഭ ഈ രൂപത്തിലാണെങ്കിൽ ബില്ല് രാജ്യസഭ കടക്കില്ല എന്നാണ് മുന്നറിയിപ്പ്. ഇതുപോലെ ഗൌരവമുള്ള ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്യണ്ടേ? പ്രതിപക്ഷവുമായിട്ട് ചർച്ച ചെയ്യണ്ടേ? അതിന് പകരം പ്രധാനമന്ത്രി ലേഖനം എഴുതുകയാണ്, കത്തെഴുതുകയാണ്. നിങ്ങൾ ആ കത്തെഴുതുമ്പോൾ അതിനകത്ത് ഇതിന്റെ അറ്റാച്ച്മെന്റ് ഉണ്ടോ? എന്താണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഇന്നാണ് 48 മണിക്കൂർ മുമ്പാണ് അതിപ്പോ ഇത്രയും പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾ നോക്കട്ടെ, എങ്ങനെ അമെന്റ്മെന്റ് അവതരിപ്പിക്കണമെന്ന് ഞങ്ങൾ നോക്കും. ഈ ഡീലിമിറ്റേഷനുകളുടെ ഒരു വലിയൊരു ഗൂഢാലോചനയാണോ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങ് സംശയിക്കുന്നത്? കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസാമിലെയും ജമ്മു കാശ്മീരിന്റെയും അനുഭവം മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ അവരുടെ വിജയം 2029 ഉറപ്പിക്കുന്ന തരത്തിലുള്ള
അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ എത്രയോ 54 64 ഇഞ്ച് വീതിയുള്ള ഈ പ്രധാനമന്ത്രി തോറ്റല്ലോ. നരേന്ദ്രമോദിക്ക് ഇപ്പൊ ഭൂരിപക്ഷമില്ല ലോക്സഭയിൽ. 2014 2019 ഉണ്ടായിരുന്നല്ലോ, അത് പോയല്ലോ. അപ്പൊ ആ ഭൂരിപക്ഷം പോയ നരേന്ദ്രമോദി എങ്ങനെയാണ് ഇനി ഭൂരിപക്ഷം തിരിച്ചുണ്ടാക്കുക? അതിനുള്ള കുതന്ത്രങ്ങൾ ആലോചിക്കുകയാണ്. ഈ കുതന്ത്രങ്ങൾ ചെയ്യുന്നതിനകത്ത് ഇവർ കുപ്രസിദ്ധരാണല്ലോ. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ പൌരത്വത്തിന് മതം ഒരു മാനദണ്ഡമല്ല. CAAയിൽ വന്നല്ലോ, മതം വന്നല്ലോ. അപ്പൊ ഇതിന്റെ അടിത്തറ ഇന്ന് അംബേദ്കറുടെ ദിവസമാണ്, ഭരണഘടനാ ശില്പിയുടെ ജയന്തിയാണ്, അദ്ദേഹത്തിന്റെ ജന്മദിനമാണിന്ന്. യാദൃശ്യമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. ഭരണഘടനയെ മനുവാദ സിദ്ധാന്തത്തിന് അനുയോജ്യമായ വിധത്തിൽ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ഇവർ നോക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് ഇപ്പോൾ PB യോഗം ഉണ്ടായല്ലോ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയോ? എന്താണ്? അല്ല, കേരളത്തിലെ നേതാക്കന്മാരെല്ലാം പറഞ്ഞില്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതിയൊരു ചരിത്രം രചിച്ച് വീണ്ടും LDFന് ഒരു ഭരണ തുടർച്ച ഉണ്ടാവും എന്ന വിലയിരുത്തലാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അത് ഇന്നത്തെ PB യോഗത്തിലും കേരളത്തിൽ നിന്നുള്ള PB മെമ്പർമാർ റിപ്പോർട്ട് ചെയ്യും. ഈ അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ നേതാക്കൾക്ക് തന്നെ ഇന്നിപ്പോൾ ഇളമരകരിയും രാവിലെ പറഞ്ഞത് ഈ അമ്പലപ്പുഴയിലെ കാര്യം പറയാറായിട്ടില്ല. അവിടെ നേതാക്കൾക്ക് ഒരു പ്രതീക്ഷക്കുറവുണ്ട്. അങ്ങനെ ഉണ്ടോ? അല്ല, അതിൽ കേരളത്തിലെ ഇപ്പോൾ മൊത്തത്തിലൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി ഓരോ മണ്ഡലത്തെക്കുറിച്ചും എല്ലാം എന്നെക്കുറിച്ച് ചോദിച്ച് ഈ മണ്ഡലങ്ങളെക്കുറിച്ചെല്ലാം ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുമായിട്ട് ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യല്ലേ. അതുകൊണ്ട് കേരളത്തിലെ 140 മണ്ഡലത്തെക്കുറിച്ചും നമ്മൾക്കിവിടെ ചർച്ച ചെയ്യേണ്ട. പൊതുവിലുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഒരു കാര്യം കൂടി. ഇന്ന് ആം ആദ്മി പാർട്ടി നേതാവ് കെജ്രിവാൾ തമിഴ്നാട്ടിലെ DMK കോൺഗ്രസ് മുന്നണിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നത് ഇന്ത്യ സഖ്യത്തിലേക്ക് ആം ആദ്മി തിരിച്ചെത്തുകയാണ്. അല്ല, നരേന്ദ്രമോദിയും കൂട്ടരും ഭരണഘടനയെയും ജനാധിപത്യത്തെയും എല്ലാം വളരെ ഹീനമായ വിധത്തിൽ കടന്നാക്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ RSS നിയന്ത്രിക്കുന്ന ജനാധിപത്യ വിരുദ്ധ BJPക്കെതിരായി, BJPയുടെ കൂട്ടുകെട്ടിനെതിരായി പാർട്ടികളെ അണിനിരത്തുന്ന ജോലി നരേന്ദ്രമോദി ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല പാർട്ടികളും പുതുതായിട്ട് വരും, അകന്നു നിന്നവർ വീണ്ടും വരും. അതുകൊണ്ട് നരേന്ദ്രമോദിക്കും മോഹൻ ഭഗത്തിനും RSSനും അവരുടെ ഫാസിസ്റ്റിക് നീക്കങ്ങൾക്കെതിരായിട്ടുള്ള വിസ്തൃതമായ പാർട്ടികളുടെ മുന്നേറ്റം ഉണ്ടാവും, ജനകീയ മുന്നേറ്റം ഉണ്ടാവും വരാനുള്ള നാളുകളിൽ. നിങ്ങൾ അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കാന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, ബംഗാളിൽ എപ്പോ പോകുന്നത് സാറേ? വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപമാണ് സ്ത്രീ എന്ന് പോലും ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടേയില്ല. പക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ വിശ്വസിക്കാം. അവർക്കെതിരായിട്ടൊരു സൈബർ ആക്രമണം നടക്കുന്നുണ്ടാവും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. സൈബർ ആക്രമണം സ്ത്രീകൾക്കെതിരായിട്ട് ഒരിക്കലും പാടില്ല. പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു എന്നൊരു ചൊല്ല് ഉണ്ട്. പരാക്രമം ആരിലും പാടില്ല, ആർക്കെതിരായിട്ടും പാടില്ല. ഈ സൈബർ ഇടം വലിയൊരു സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നുണ്ട്, മനുഷ്യർക്ക് നൽകുന്നുണ്ട് സാങ്കേതികവിദ്യ. ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തരുത്. അത് സ്ത്രീകൾക്കെതിരായിട്ടും ദുരുപയോഗപ്പെടുത്തിക്കൂടാ. നമ്മുടെ MLA യു പ്രതിഭയ്ക്കെതിരായിട്ടും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. പുരുഷന്മാർക്കെതിരായിട്ടും അതിക്രമം ആരുടെ നേരെയും കാണിക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ.